സാറ ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സാറ അക്യുപഞ്ചർ ആൻഡ് ആയുർവേദ ഹോസ്പിറ്റലിലെ അക്യുപങ്ക്ചറിസ്റ്റ് റിജുവാൻ താമരശ്ശേരിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശരീരവേദനകൾ അഥവാ ബോഡി പെയിൻ കുറിച്ചാണ്. ഡോക്ടർ, എന്തെല്ലാമാണ് ഇന്ന് രോഗികളിൽ കാണപ്പെടുന്ന വേദനകൾ? എന്താണ് വേദനകൾക്ക് കാരണം? ഇന്ന് എല്ലാവരിലും കാണപ്പെടുന്നതാണ് കഴുത്തുവേദന, ടെന്നിസ് എൽബോ, നടുവേദന, പുറം വേദന, കാൽമുട്ടുവേദന, തേയ്മാനങ്ങൾ, തരിപ്പ്, മരവിപ്പ്. ഈ വേദനകൾക്ക് നിങ്ങൾ നൽകുന്ന ചികിത്സകൾ എങ്ങനെയാണ് മരുന്നോ സർജറിയോ ഇല്ലാതെ സുഖപ്പെടുത്താൻ സാധിക്കുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഇരുത്തം, കിടത്തം, നടത്തം എന്നിവയെല്ലാം ഇത്തരം വേദനകൾ ഉണ്ടാവാൻ കാരണമാണ്. ഉദാഹരണത്തിന്, ഒരാൾ ബാക്ക് പോക്കറ്റിൽ പേഴ്സ് സ്ഥിരമായി ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന്റെ പെൽവിക് ബോൺ അലൈൻമെന്റ് തെറ്റുന്നതായി കാണുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാലിലേക്ക് വെയിറ്റ് കൂടി വരികയും സാവകാശം കാൽമുട്ട് ഗ്യാപ്പ് കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർക്ക് കാൽമുട്ടുവേദനയാണ് ആദ്യം അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. അതുപോലെ തല താഴ്ത്തിവെച്ചുകൊണ്ട് മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് കൈകളിൽ തരിപ്പും വേദനയും അനുഭവപ്പെടുന്നു. ടെന്നീസ് എൽബോ, ട്രിഗർ ഫിംഗർ എന്നിവയ്ക്കെല്ലാം ഇത് ഒരു കാരണമാകുന്നു. അങ്ങനെ നമ്മുടെ നട്ടെല്ലിനുണ്ടാകുന്ന ആകൃതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണമാണ് നമ്മുടെ എല്ലാ വേദനകൾക്കും കാരണം. ഡോക്ടർ, നിങ്ങളുടെ സാറ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അതിനൊക്കെ ചികിത്സ നൽകുന്നത്? എല്ലുകൾക്കുണ്ടാകുന്ന ഒടിവ്, ചതവ് അല്ലാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും രോഗിയുടെ അവസ്ഥകൾ മനസ്സിലാക്കി ചില പ്രത്യേക ഭാഗങ്ങളിൽ ചില മർദ്ദങ്ങൾ കൊടുത്തുകൊണ്ട് യഥാർത്ഥ ആകൃതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. രോഗിക്ക് അപ്പോൾ തന്നെ വേദനയിൽ നിന്നും ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. അഡ്മിറ്റോടെ ചികിത്സ കൊടുക്കുന്നത് ആർക്കാണ്? എത്ര ദിവസമാണ് അഡ്മിറ്റ് വേണ്ടിവരുന്നത്? ചില പഴക്കം ചെന്ന കേസുകൾക്ക് തുടർച്ചയായി ചികിത്സ നൽകേണ്ടതുണ്ട്. അവർക്ക് രാവിലെ 7 മണിക്ക് തുടങ്ങി രാത്രി 9 മണിവരെ നീളുന്ന ചികിത്സ നൽകുന്നു. യോഗ, മെഡിറ്റേഷൻ, മസാജുകൾ, ട്രാക്ഷൻ, ബോൺ കറക്ഷൻ, ഫിസിയോതെറാപ്പി എന്നിവ അതിലുൾപ്പെടുന്നു. ചില ആളുകൾക്ക് 14 മുതൽ 28 ദിവസം വരെ ട്രീറ്റ്മെന്റ് ആവശ്യം വരാറുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ.